കോട്ടയം പൂഞ്ഞാറിൽ പോലീസിന്റെ വൻ MDMA വേട്ട 100 ഗ്രാം MDMAയുമായി 3 യുവാക്കൾ പിടിയിലായിട്ടുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് ചെയ്തു. ടോബി, എപ്പോഴാണ് ഈ MDMA പിടികൂടിയത്? വിൽപ്പനയ്ക്ക് എത്തിച്ചതാണെന്നതിൽ സംശയമില്ല. ഉറവിടമടക്കം കേന്ദ്രീകരിച്ച അന്വേഷണം ഉണ്ടാവുമല്ലോ. ആരൊക്കെയാണ് പിടിയിലായത്? സുഖേൽ, തീർച്ചയായിട്ടും ഇന്ന് രാവിലെയാണ് ഈ പൂഞ്ഞാർ പനച്ചിക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ MDMA പിടികൂടിയത്. ഏകദേശം 100 ഗ്രാമോളം വരുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസാഫ് സംഘവും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട പോലീസും ചേർന്ന് ഇവരെ പിടികൂടിയത്. 3 പേരാണ്. അതിൽ ഒരു വ്യക്തിക്ക്, വിമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നേരത്തെയും സമാനമായ രീതിയിലുള്ള ചില ലഹരിക്കടത്ത് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും ഇത് എവിടെ നിന്ന് ലഭിച്ചു, അതുപോലെ തന്നെ ഇത് ആർക്കെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിൽക്കാൻ കൊണ്ടുവന്നതാണെന്നുള്ള വിവരം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ബാംഗ്ലൂരിൽ നിന്നും കാർ മാർഗം കടത്തിക്കൊണ്ടുവന്ന MDMA ആണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. സുഖേൽ, എന്തായാലും ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ലഹരിയിൽ മുക്കാൻ മാഫിയകളെല്ലാം സജീവമായിരിക്കും. പല മാർഗത്തിൽ ലഹരി എത്തിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. എന്തായാലും കർശന പരിശോധന ഉണ്ടാകണം. ലഹരി വിമുക്ത ന്യൂ ഇയർ ആകട്ടെ ഇനി അങ്ങോട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.